അതാണ് സാഹചര്യം. ഏതായാലും വനവകുപ്പിന്റെ ഊർജിതമായ ശ്രമങ്ങളുണ്ട്. ഈ കുടുംബം, രാധയുടെ കുടുംബത്തിന് ഇന്നലെ 5 ലക്ഷം രൂപ പ്രാഥമികമായ സഹായം നൽകിയിരുന്നല്ലോ അനീഷ്. അവർക്ക് 11 ലക്ഷം രൂപയാണ് മുഴുവൻ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ മന്ത്രി OR കേളുവിനൊക്കെ എതിരെ വലിയ പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധം തണുപ്പിക്കണം, അവർക്ക് സ്വൈരജീവിതം വേണം. കാരണം കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് പുറത്തിറങ്ങണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പ്രായമായവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരൊന്ന് സമാധാനിപ്പിക്കാനായി, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നതിനായി വനംവകുപ്പ് ഏതൊക്കെ തരത്തിൽ നീങ്ങുന്നുണ്ട്. ഇതിലിപ്പോൾ വനംവകുപ്പിന്റെ ശ്രമങ്ങളിലും ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കങ്ങളിലുമൊക്കെ ഇവർക്ക് തൃപ്തിയുണ്ടോ, അതോ ആശങ്കയിൽ തന്നെയാണോ ഈ നാട്ടുകാർ? ഇന്നലെ നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ നിലവിൽ സർക്കാർ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ വനംവകുപ്പ് കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങളിൽ കുടുംബത്തിന് തൃപ്തിയുണ്ട്. കാരണം അവർ 2-3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതാണ്. കാരണം ജനവാസ മേഖലകളിലേക്ക് ഈ കടുവ വീണ്ടും ഇറങ്ങിയാൽ അത് മറ്റൊരു ആപത്തിലേക്ക് കാര്യങ്ങൾ നയിക്കും. ഒപ്പം ഈ ജീവിത മാർഗത്തിനായി പലർക്കും ഈ കാടിനോട് ചേർന്ന പ്രദേശങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. കാപ്പിത്തോട്ടങ്ങളിലെ വിളവെടുപ്പ് കാലമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ആളുകൾക്ക് സ്വസ്ഥതയായി സ്വൈര്യമായി കാടുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനുവേണ്ടി തന്നെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന ഇടങ്ങളിൽ ഈ കടുവയും ആനയും ഒക്കെ ഇറങ്ങാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ പട്രോളിംഗ് വനംവകുപ്പ് ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കടുവ ഈ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുന്ന പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്ത് എത്തിയിരിക്കുന്ന കടുവ ഒരുപക്ഷെ വീണ്ടും ജനവാസ മേഖലകളിൽ, അത് ഇതേ സ്ഥലത്തായിരിക്കണമെന്നില്ല, പക്ഷേ ചുറ്റുപാടുള്ള മേഖലകളിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. നമ്മൾ നേരത്തെ പുൽപ്പള്ളിയിലൊക്കെ കണ്ട് അമരക്കുഞ്ഞി മേഖലയിൽ ഇറങ്ങിയ കടുവയും ഒരേ മേഖലയിൽ തന്നെ ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരാഴ്ചയോളം അതിന്റെ സ്വൈര്യവിഹാരം നടത്തിയത്. പകൽക്കാലങ്ങളിൽ ഈ ഡ്രോണുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും പലപ്പോഴും ഈ കടുവയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിലാണ് പലപ്പോഴും ഇരപിടിക്കാനായി ഇറങ്ങുകയും തെർമൽ ഡ്രോണുകളിൽ ഇവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന സമീപ പ്രദേശങ്ങളിൽ തന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് വനവകുപ്പിനുള്ളത്. അതുതന്നെയാണ് നാട്ടുകാരെ വലിയ ആശങ്കയിലാക്കുന്നത്. പലർക്കും തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് അവരുടെ ജീവിത സന്ധാരണ മാർഗത്തിനായി പുറത്തേക്ക് ഇറങ്ങേണ്ടവരാണ്. പക്ഷേ ഈ കടുവ പേടിയിൽ നിലയുറപ്പിച്ചാൽ അവർക്ക് അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് കുടുംബം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ ആവശ്യം, അല്ലെങ്കിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ ആവശ്യം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യമാണ്. ഈ കടുവയെ പിടികൂടി കാട്ടിലേക്ക് അയച്ചാലും വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഈ മനുഷ്യ ജീവൻ എടുത്ത അല്ലെങ്കിൽ നരഭോജിയായ കടുവ വീണ്ടും അത്തരത്തിലുള്ള രീതികൾ തന്നെ ആവർത്തിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യമാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചത്. വലിയ പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ ഈ തീരുമാനം അംഗീകരിക്കുകയും അതിനായി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് കുടുംബത്തിനുള്ള നഷ്ടപരിഹാരമാണ്. അത് നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി കടുവയുടെയും കാട്ടാനയുടെയും ഒക്കെ ആക്രമണത്തിൽ പെടുന്നവർക്ക് സർക്കാരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാര തുക നൽകുന്നുണ്ട്. നേരത്തെ ഈ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുന്നതിൽ വലിയ കാലവിളംബം ഉണ്ടായെങ്കിൽ ഇപ്പോൾ കാലതാമസമില്ലാതെ തന്നെ അത് നൽകുന്നുണ്ട്. 11 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൽ 5 ലക്ഷം രൂപ ഇന്നലെ തന്നെ കളക്ടറും മന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും രാധയുടെ വീട്ടിലെത്തി ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഒപ്പം ഈ രാധയുടെ 2 മക്കളുണ്ട്, അവരിലൊരാൾക്കൊരു ജോലി നൽകുന്നതിനുള്ള കാര്യത്തിലും തത്വത്തിൽ തീരുമാനമായിരുന്നു. അങ്ങനെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഇന്നലെ പ്രതിഷേധം ഒഴിവായത്. അതുകൊണ്ട് തന്നെ കുടുംബം തൃപ്തരാണ് എന്നാണ് നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. അനുബന്ധ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. മൃതശരീരം അല്പസമയത്തിനുള്ളിൽ ബന്ധുക്കൾക്ക് വിട്ട് നൽകും. പിന്നീട് പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്തുള്ള ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകളടക്കം നടക്കും. എന്തായാലും രാവിലെ ഈ ഒരു ശ്രദ്ധ സംസ്കാര ചടങ്ങുകളിലേക്കും മറ്റും ആയിരിക്കും. പക്ഷേ മറുവശത്ത് വനംവകുപ്പ് കാട്ടിനുള്ളിൽ ഊർജിതമായ തെരച്ചിൽ കടുവയ്ക്കായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ പ്രദേശത്ത് ആളുകളുടെ ഭീതിയുണ്ട്. RRT സംഘത്തിന്റെ തിരച്ചിലുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ഇപ്പോൾ രാവിലെയും കാര്യമായ തിരച്ചിൽ ആരംഭിക്കും. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ സാധാരണ ഈ കടുവകൾ ഇത്തരത്തിൽ മനുഷ്യനെയോ മൃഗങ്ങളെയോ ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് വീണ്ടും എത്തുക ഒരു പതിവാണ്. ആ പ്രതീക്ഷയിൽ ആയിരുന്നു നമ്മുടെ RRT സംഘവും വനവകുപ്പുമൊക്കെ. അങ്ങനെ വന്നാൽ കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിൽ കുറച്ചുകൂടി വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വെടിവെച്ച് കൊലപ്പെടുത്താം എന്നുള്ള പ്രധാന തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. വെറ്റനറി സർജൻ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യ സംഘം ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ കൂടിയുണ്ട്. ഇന്നാണ് രാധയുടെ
മൃതദേഹം സംസ്കരിക്കുക. രാവിലെ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഹർത്താലും UDF-ഉം ആഹ്വാനം ചെയ്ത പശ്ചാത്തലം ഉണ്ട്. വൈത്തിരിയിലും ഇന്നലെ രാത്രി മാനന്തവാടിക്ക് പിന്നാലെ വൈത്തിരിയിലും കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ നമുക്കറിയാം രാത്രിയിലും നിരീക്ഷണം തുടർന്ന സാഹചര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതുവരെ ഈ ഡ്രോൺ പരിശോധന എന്നുള്ളത് അനീഷ് ഏറ്റവും ആധുനികമായ ഒരു മാർഗമാണ്. പക്ഷേ ഡ്രോൺ പരിശോധനയിൽ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നമുക്ക് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡ്രോൺ പരിശോധനയിൽ ദൃശ്യങ്ങൾ വ്യക്തമല്ല. തെർമൽ ഡ്രോൺ എന്നൊക്കെ പറയുമ്പോൾ സമീപത്തെങ്ങാനും സാന്നിധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ക്യാമറ കണ്ണുകളിൽ പെടേണ്ടതാണ്. അത്തരം പുതിയ വിവരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പക്ഷേ രഞ്ജിത്ത്, അതാണ് ഈ കാട്ടിനുള്ളിലായതുകൊണ്ട് ഡ്രോൺ പരിശോധനയൊക്കെ എത്രമാത്രം ഫലപ്രദമായി നടക്കുമെന്ന സംശയമുണ്ട്. കാരണം ഈ നാട്ടുപ്രദേശത്ത് നേരത്തെ ഈ അമരക്കുനിയിൽ കടുവ ഇറങ്ങിയപ്പോൾ നാട്ടുപ്രദേശത്താണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുക. അതായത് പൂർണ്ണമായും ഇടതൂർന്ന വനങ്ങളോ അല്ലെങ്കിൽ വലിയ ഉയരമുള്ള മരങ്ങളോ ഒന്നുമില്ലാത്ത തുറസായ സ്ഥലങ്ങൾ പലപ്പോഴും ഉണ്ടാവും. പാടങ്ങളുണ്ടാവും, ആളുകളുടെ പുരയിടങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ടാവും. പക്ഷേ കാട്ടിലാവുമ്പോൾ ഇടതൂർന്ന വനമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഈ രാധയെ കടുവ കൊന്ന സ്ഥലത്തിനുള്ളിലേക്ക് പോകുന്ന ഇടം വലിയ കാടാണ്. അതുകൊണ്ട് കാട്ടിനുള്ളിൽ ഇലച്ചാർത്തുകൾക്കിടയിലും മരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ചെറിയ പാറകെട്ടുകൾക്കൊക്കെ ഇടയിലുമൊക്കെയാണ് കടുവ ഉള്ളതെങ്കിൽ അതിന്റെ സാന്നിധ്യം കൃത്യമായി ഈ ഡ്രോണുകളിൽ തിരിച്ചറിയാൻ കഴിയില്ല. പ്രത്യേകിച്ചും പകൽ നേരങ്ങളിൽ നടത്തുന്ന പരിശോധനകളിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരുപക്ഷെ ഈ ശരീരത്തിന്റെ ഊഷ്മാവ് അടിസ്ഥാനപ്പെടുത്തിയാണ് തെർമൽ ഡ്രോണുകളുടെ പ്രവർത്തനം. അതുകൊണ്ട് തെർമൽ ഡ്രോണിന്റെ സിഗ്നലുകൾ ഒരുപക്ഷെ ലഭിക്കാനുള്ള സാധ്യതകളും പറയുന്നു. അങ്ങനെ വരുമ്പോഴും ഈ പാറക്കെട്ടുകൾക്കുള്ളിലൊക്കെ ആണെങ്കിൽ ആ ഒരു തെർമൽ ഡ്രോണും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ രണ്ട് മാർഗങ്ങളും ഇന്നലെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു. രാത്രി തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം ഏത് കടുവയാണ് ഇത് എന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മുടെ വനമേഖലകളിൽ വിഹരിക്കുന്ന ഈ പക്മാർക്കും മറ്റുമൊക്കെ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നേരത്തെ ഈ കടുവയുമായി ബന്ധപ്പെട്ട സർവേയിലൊക്കെ തെളിഞ്ഞിരിക്കുന്ന കടുവയാണോ അതോ വനമേഖലയിൽ മറ്റിടങ്ങളിൽ നിന്നും ഈ കേരളത്തിന്റെ കാടുകളിലേക്ക് എത്തിയ കടുവയാണോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്തണം. നേരത്തെ ഈ അമരക്കുനി മേഖലയിൽ ഭീതി പടർത്തിയ കടുവ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും, അതായത് കർണാടകത്തിന്റെ മേഖലയിൽ നിന്നും എത്തിയ കടുവയാണ് എന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു. നമ്മുടെ മേഖലകളിലുള്ള കടുവകളെക്കുറിച്ചുള്ള കൃത്യമായ സർവേയും സെൻസസ് നടപടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വിവിധ മേഖലകളിൽ വയനാടിന്റെ തന്നെ വിവിധ മേഖലകളിൽ കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ പലപ്പോഴും ഈ കടുവകളുടെ ദൃശ്യമുണ്ട്. ഈ കടുവകൾ ഈ ക്യാമറയിൽ പതിയുമ്പോഴും ഒരേ കടുവയാണോ ആവർത്തിച്ച് പതിയുന്നതെന്ന് അറിയാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. ഈ കടുവയുടെ ശരീരത്തുള്ള ഈ വരകൾ, ഒപ്പം ഈ വരകളുടെ കാലപ്പഴക്കം, ഈ നിറവ്യത്യാസം എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കടുവകളെ. അതാണ് സാഹചര്യം. ഏതായാലും അവിടെ നിരീക്ഷണമുണ്ട്. വനംവകുപ്പ് കാര്യമായി തന്നെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ഭീതി അത് പൂർണ്ണമായും മാറ്റാനായിട്ടില്ല എന്നതൊരു പ്രശ്നമാണ്. കടുവ വീണ്ടും തിരിച്ചു വരുമോ, ആക്രമണങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള വല്ലാത്ത ഭീതി ആ മേഖലയിലുള്ളവർക്കുണ്ട്. ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ അത് എങ്ങനെ എന്ന കാര്യത്തിൽ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല. കാരണം കാട് മുഴുവൻ നാടായ പശ്ചാത്തലമുണ്ട്. കാട്ടിനുള്ളിൽ ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൃത്യമായി കിട്ടാത്ത സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവർ വിശക്കുമ്പോൾ പുറത്തിറങ്ങും, ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും.